ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കഥ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ക്ലൈമാക്സിൽ എത്തും തോറും വമ്പൻ ട്വിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ കഥ കേട്ട് നോക്കിയാലോ അല്ലേ. അങ്ങനെ നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആകാശാണെങ്കിൽ നേരെ രാമനെ വിളിക്കുക. അപ്പോൾ രാമനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അത് സൗണ്ട് മാറ്റിയാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അക്കൗണ്ട് ഉണ്ടല്ലോ, ഞാൻ ആ ബാങ്കിലെ മാനേജറാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്? അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാമനൊരു ഡൗട്ട്, ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അതല്ല, വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഈ അക്കൗണ്ട് കൂടുതൽ അങ്ങോട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു 20 ലക്ഷം രൂപയാണ് സാർ എന്നിങ്ങനെ പറയുകയാണ്. 20 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ടോ? പക്ഷെ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പറയാനായിട്ട് വിളിച്ചത്. നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആകാനായിട്ട് തുടങ്ങുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രാമനാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് വല്ലാത്തൊരു അവസ്ഥയിലായി പോവാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കണം. അതെ, ഇനിയിപ്പോൾ പറഞ്ഞതൊന്നും സമയമില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം മാറ്റേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ആധാർ കാർഡുമായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാങ്കിലേക്ക് ചെല്ലണം. എന്നിട്ട് അവിടെ നിന്ന് വേണ്ട വിധത്തിലെ നടപടികളൊക്കെ അവിടുത്തെ ഇത് പറഞ്ഞു തരും എന്ന രീതിയിൽ തന്നെ ഈ ആകാശ് അവിടെ പറയുകയാണ്. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം അങ്ങനെ ഞങ്ങൾക്ക് ബാങ്കിനെ പറ്റി എങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയും? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ബാങ്കിൽ പോലും ഇപ്പോൾ വിശ്വസിച്ച് പണമിടാൻ പറ്റാത്തൊരവസ്ഥയാണോ? അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയുകയാണ്. ഇപ്പം നിങ്ങൾ കേസും വക്കാണോയിട്ട് നടക്കാതെ നിങ്ങൾ ഏതായാലും ബാങ്കിലേക്ക് ഉടൻ തന്നെ വാ. നിങ്ങളുടെ ബാങ്ക് ബുക്കും നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് പെട്ടെന്ന് തന്നെ വന്നേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പണങ്ങളെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് രാമനാണെങ്കിൽ ആകെ വെപ്രാളം കൂടി വരികയാണ്. എൻ്റെ ദൈവം എന്ത് ചെയ്യും? അപ്പോൾ സ്വപ്നം എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളിയാണ്. എന്താ രാമ എന്ന് ചോദിച്ചപ്പോഴേക്കും ആകെ പ്രശ്നമായല്ലോ സ്വപ്നം, നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് ചെല്ലണം. ബാങ്കിലെ മാനേജറാണ് ഇപ്പോൾ വിളിച്ചത്, നമ്മളുടെ പണമെല്ലാം നഷ്ടപ്പെടാനായിട്ട് പോവാന്ന്, 20 ലക്ഷം രൂപയും നഷ്ടപ്പെടുമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയാണ് രാമ പറയുന്നത്? 20 ലക്ഷം രൂപ നഷ്ടപ്പെടുമെന്നാ? അതെങ്ങനെ സംഭവിക്കുമെന്നാ പറയുന്നത്? ഇതൊന്നും വിശ്വസിക്കാനായിട്ട് പാടില്ലേ. ഇപ്പം തന്നെ ഓരോരോ വാർത്തകളെല്ലാം കേട്ടില്ലേ, ഇങ്ങനെ ഓരോരോ കോളുകൾ വരും, നിങ്ങളുടെ പണം നഷ്ടപ്പെടാനായിട്ട് പോവുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പണവും കൂടി അവർ തട്ടിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ രാമ? അതുകൊണ്ട് അതൊന്നും വിശ്വസിക്കാനായിട്ട് നിൽക്കരുത്. സ്വപ്നം, വിഡിത്തരം പറയല്ലേ. ഇങ്ങനെ ഇപ്പോൾ ഒരു ട്രാപ്പായിരുന്നെങ്കിൽ നമ്മുടെ ആധാർ കാർഡും ബാങ്ക് ബുക്കും ആയിട്ട് ബാങ്കിലേക്ക് ചെല്ലാനായിട്ട് പറയോ? ഇല്ലല്ലോ. ഏതെങ്കിലും വഴിയിൽ തടഞ്ഞു നിർത്തി നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുള്ളൂ. ഇതങ്ങനെയല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് വരണം ബാങ്കിലേക്കെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ എൻ്റെ രാമ, ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? രാമ പറഞ്ഞ സത്യമാണെങ്കിൽ 20 ലക്ഷം രൂപ നമ്മൾ ഇത്രയും നാൾ സമ്പാദിച്ച പൈസ എല്ലാം നമ്മുടെ പോയി പോകുമല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് പോകണ്ടേ? സ്വപ്നം, നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് പോയെത്തി പറ്റുള്ളൂ. പക്ഷേ കുഞ്ഞ് തനിച്ചില്ല, കുഞ്ഞിനെ ആരും നോക്കും എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ അത് ശരിയാണല്ലോ, അവിടെ പ്രിയാമണി ഉണ്ടാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ലെന്നേ, അവർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടതാണ് കല്യാണത്തിന്. അതുകൊണ്ട് അവിടെ ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇഷിതയും മഹേഷും ആണെങ്കിൽ ഇവിടെ ഇല്ല, അവർ ടൂറ് പോയിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ദൈവമേ ഇപ്പം എന്ത് ചെയ്യും? രാമ, വേറൊരു കാര്യമുണ്ട്. ഇവിടെ മഞ്ജിമയുണ്ടല്ലോ, മഞ്ജിമയോട് ഒന്ന് കുറച്ച് നേരത്തേക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് പറയാം. പക്ഷേ അവൾ നോക്കൂ സ്വപ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും അവൾ നോക്കും. അവളോട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എങ്കിൽ പിന്നെ ചെല്ല്, അതെങ്കിലും ആവട്ടെ ഒരു വഴി. അങ്ങനെ സ്വപ്നം അങ്ങോട്ട് കയറിപ്പോകാൻ നേരത്ത് നമ്മുടെ രാമൻ മഹേഷിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ മഹേഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ സമയം തന്നെ ആകാശിന് ഭയങ്കര സന്തോഷം. ഏതായാലും അവർ വരട്ടെ, അവർ വന്നു കഴിയുമ്പോൾ കൊടുക്കേണ്ട പണിയൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇതായാലും ഞാൻ പ്രതീക്ഷ ആൾ വരുന്നില്ലല്ലോ. അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മുടെ മഹേഷിൻ്റെ കയ്യിലേക്ക്, ആകാശിൻ്റെ കയ്യിലേക്ക് ഒരു സാധനം കൊടുക്കണം. ഒരു മരുന്നാണ്, ഒരു വിഷമരുന്നാണ് കൊടുക്കുന്നത്. സാറേ, ഇതാണ് സാറ് പറഞ്ഞ മരുന്ന്, ഇത് വർക്കൗട്ട് ആവുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു ഇഴജന്തുക്കൾ പോലെ ഒരു പ്രാണി പോലെ അവിടെ വരില്ല. പിന്നെയാണ് ഇത് സാറിന് പച്ചക്കറികളിൽ അടിക്കാനല്ലല്ലോ, ചെടികളിൽ അടിക്കാനെന്നല്ലേ പറഞ്ഞത്? അതെ,
ചെടികളിലടിക്കാൻ തന്നെയാണ്, അതൊരു റോസാ ചെടിയിലടിക്കാനാണെന്നും പറയുകയാണ്. അതിനിത് ധാരാളമാണ് സാറേ, ഒരു അണുക്കളും വരില്ല, എല്ലാ അണുക്കളും ചത്തുപോകുമെന്നും പറയുകയാണ്. സാറിന് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആ ഷോപ്പിലേക്ക് വരും. അയ്യോ വേണ്ട, എനിക്ക് ഇതിൻ്റെയൊക്കെ മണം അങ്ങോട്ട് അലർജിയാണ്, ഇതൊന്നും പിടിക്കുകയൊന്നുമില്ല എനിക്ക്. ഇതിന് എത്ര രൂപയായി? 1500 എന്ന് 2000 ഇരിക്കട്ടെ സാറേ, ബാക്കി ബാലൻസ് അതൊന്നും വേണ്ട, താൻ എടുത്തോടോ എന്ന് പറയുകയാണ്. അങ്ങനെ ആ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ് അയാൾ. അങ്ങനെ ഈ നമ്മുടെ സ്വപ്നമാണെങ്കിൽ മഞ്ജിമയുടെ അടുത്ത് ചെല്ലുക. മഞ്ജിമയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയാണെങ്കിൽ ഇല്ല, ഒരിക്കലും ഇല്ല, അവളുടെ കുഞ്ഞിനെ ഞാൻ നോക്കാനോ, ഒരിക്കലും ഞാൻ നോക്കിയില്ല അവളുടെ കുഞ്ഞിനെ. കാരണം ഞാൻ ആ കുഞ്ഞിൻ്റെയൊക്കെ അടുത്ത് ചെല്ലാൻ നേരത്ത് അവളുടെ അമ്മയില്ലേ, ആ പ്രിയാമണി, അവർക്ക് എന്നോട് ഭയങ്കര ഒരു അരിശമായിരുന്നു. എന്നെ നോക്കാൻ പറ്റത്തൊരവസ്ഥ. കണ്ണും പിടിച്ച് കൊച്ചിനെ മാറ്റി പിടിക്കുക ചെയ്തത്. ആ കുഞ്ഞിനെ ഞാൻ നോക്കാൻ പോനാ. എടി നീ ഒന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ആ 20 ലക്ഷം രൂപ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സമ്പാദ്യം ഉണ്ടാവില്ല. എടി ഈ 20 ലക്ഷം രൂപ ഞങ്ങളുടെ കാലശേഷം 1/3 ഭാഗം നിനക്കുള്ളതും അല്ലേ? അയ്യോ, അത് നിങ്ങളുടെ കാലശേഷമല്ലേ? നിങ്ങളത് വെറുതെ പറയുന്നതാണ്. നിങ്ങളുടെ കാലശേഷം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൊച്ചുമോനും നിങ്ങളുടെ മോനും അത് എഴുതി കൊടുക്കും. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ എനിക്കൊന്നും ഇതൊരു പ്രതീക്ഷയില്ല എന്നൊക്കെയാണ് പറയണം. നിങ്ങൾ എനിക്കിനി പണം തരാമെന്ന് പറഞ്ഞാലും ഇഷിതയുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. കുഞ്ഞിനെ ഇവിടെ ഇട്ടുണ്ട്, അവരെല്ലാവരും കൂടി ടൂർ പോയിരിക്കുകയല്ലേ, ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവരോട് നോക്കാം. നിങ്ങളുടെ പണം പോയാൽ എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ലെന്നും പറയണം. എടി ദുഷ്ടത്തി, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നടി, ഞാൻ ഇങ്ങനെ പറയുള്ളൂ. അങ്ങനെ ആ സ്വപ്നവല്ലി അങ്ങോട്ട് കയറി പോകണം. അപ്പോഴേക്ക് മഞ്ജിമ ചിന്തിക്കുകയാണ്, ഇവർ ബാങ്കിലേക്ക് പോകാൻ ഒരു 2-2.5 മണിക്കൂർ എടുക്കും ബാങ്കിൽ നിന്ന് പോയി തിരിച്ചിങ്ങോട്ട് എത്താനായിട്ട്. ആ സമയം കൊണ്ട് അജിത്തിനെ വിളിച്ച് വരുത്തിയാലോ? ഞങ്ങൾ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കുറേ നാളായല്ലോ. അപ്പോൾ അതായിരിക്കും പറ്റിയതൊക്കെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്വപ്നവല്ലി നേരെ വന്നിട്ട് മഞ്ജിമേ ഉടനെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, നീ ഇനി ഇവിടെ നിൽക്കണ്ട, ഞങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ലാത്ത നീ ഇവിടെ നിൽക്കണ്ട, നിന്നെ ഞങ്ങൾ ആട്ടി പുറത്താക്കാനായിട്ട് പോവാണ്. ഇനി ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവില്ല, ഇറങ്ങിക്കോളാം ഈ വീട്ടിൽ നിന്ന് എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജിമ പറയാണ്, ശരി ഞാൻ ഇറങ്ങിക്കോളാം, ഏതായാലും ഇഷിത വരട്ടെ, ഇഷിത വന്നവരെ ഞാൻ കുഞ്ഞിനെ നോക്കണ്ടേ, അതുമല്ല ഇഷിത വന്നവരല്ല, നിങ്ങൾ ബാങ്കിൽ പോയി വന്നവരെ ഞാൻ കുഞ്ഞിനെ നോക്കണ്ടേ, നിങ്ങൾ ബാങ്കിൽ പോയിക്കോ, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിക്കോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നത്തിനെ വിശ്വസിക്കാൻ പറ്റും. നീ പറഞ്ഞ സത്യം തന്നെയാണോ എന്ന് ചോദിക്കണം. അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ, എൻ്റെ അനിയൻ്റെ കുഞ്ഞല്ലേ, എനിക്ക് നോക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ, അത്രയും വലിയ മനസാക്ഷി ഇല്ലാത്ത ഒരാളല്ല ഈ മഞ്ജിമ എന്ന് പറയുമ്പോൾ ശരി എങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോവുകയാണ് ബാങ്കിലേക്ക്. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ മഞ്ജിമയാണെങ്കിൽ ഇപ്പം മഞ്ജിമ നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുക. കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അമ്മ പറഞ്ഞ സത്യം തന്നെയാണ്, കുഞ്ഞ് ഇപ്പോഴും ഉണരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ സമയം തന്നെ അജിത്തിനെ വിളിച്ച് വരുത്താം. അങ്ങനെ മഞ്ജിമ റൂമിലേക്ക് ചെന്നിട്ട് നേരെ അജിത്തിനെ വിളിക്കുകയാണ്. അപ്പോൾ മഞ്ജിമയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവളെന്തിനാണ് വീണ്ടും വിളിക്കുന്നത്? മഞ്ജു, എന്താ മഞ്ജി എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അജിത്ത് എവിടെയാ? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. അല്ല, അജിത്തിനെ ഒന്ന് കാണുമായിരുന്നല്ലോ, നീ കാര്യം പറ മഞ്ജിമേ, എനിക്ക് തിരക്കാണ്. ഇങ്ങനെ ദേഷ്യപ്പെടല്ലെന്നേ, അജിത്തിൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാൻ പോവാണ്. ഈ വീട്ടിലെ ആരുമില്ല, അജിത്ത് ഇങ്ങോട്ട് വരാവോ? മഞ്ജി, എന്നെ ചുമ്മാ പറ്റിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ ആകാംക്ഷയോടുകൂടി തന്നെ അവിടെ വരും. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ഗുലുമാല ഒപ്പിക്കും, എന്നിട്ട് എന്നെ അവിടെ നാട്ടിൽ പുറത്താക്കുകയും ചെയ്യും. ഇതെല്ലാം സംഭവിക്കാനായിട്ട് പോകുന്നത് ഇല്ലെന്നേ അജിത്തേ. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇന്ന് അജിത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ പോവാ. അച്ഛൻ്റെ അമ്മയുടെയും ബാങ്ക് അക്കൗണ്ട് ഫ്രീസായെന്നും പറഞ്ഞുകൊണ്ടൊരു കോള് വന്നായിരുന്നു. അതിനു വേണ്ടി ബാങ്കിലോട്ട് പോയിരിക്കുക. അവർ വരാൻ അത് ശരിയാക്കി എടുക്കാനായിട്ടൊക്കെ 2 മണിക്കൂറെങ്കിലും പിടിക്കും. അതിനു മുമ്പ് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അജിത്തിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് പോകാം എന്നിങ്ങനെ പറയുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജി, സത്യമാണോ മഞ്ജി പറഞ്ഞത്? അതേന്നേ, സത്യം തന്നെ പറഞ്ഞത്. പിന്നെ എൻ്റെ അനിയനും ഇതൊക്കെ ടൂറും പോയിരിക്കുകയാണ്. അപ്പോൾ അവരെ കൊണ്ട് യാതൊരു ശല്യം ഉണ്ടാവില്ല എന്നും പറയണം. ശരി, എങ്കിൽ പിന്നെ ഞാൻ ഉടനെ തന്നെ അവിടെ എത്തും എന്ന് പറയാം. അപ്പോൾ നമ്മുടെ മഞ്ജിമയ്ക്കും സന്തോഷം തോന്നുകയാണ്. മഞ്ജിമ അപ്പോൾ മനസ്സിന്തിക്കുകയാണ്, അജിത്തേ നീ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വരുമ്പോൾ നിന്നെ ഊരാക്കുരുക്കിട്ട് ഞാൻ പൂട്ടും അജിത്തേ. നിൻ്റെ കൈ കൊണ്ട് തന്നെ എൻ്റെ കഴുത്തിൽ നിന്നെ കൊണ്ട് താലി കെട്ടിക്കും ഞാൻ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ CCTV ക്യാമറ എല്ലാം ഓഫാക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി തന്ത്രപ്പാടിലാണ് ഈ മഞ്ജിമ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങി പോയി CCTV ക്യാമറ എല്ലാം ഓഫാക്കുന്ന രീതിയിൽ അങ്ങോട്ട് ചെയ്യുക. അതിനുശേഷം മഞ്ജിമ നേരെ അകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് കയറി വന്ന് ഈ അജിത്തിനെയും കാത്തുകൊണ്ട് നിൽക്കുന്നത്. ഈ സമയം തന്നെ നമ്മുടെ
ആകാശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആകാശാണെങ്കിൽ യാത്ര ചെയ്യാം മഹേഷിൻ്റെ വീട്ടിലേക്ക് തന്നെ. യാത്ര ചെയ്യുമ്പോൾ അപ്പോഴാണ് രചനയുടെ കോള് വരുന്നത്. ആകാശ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് ഇന്ന് ഓഫീസിൽ പോയില്ലേ? അത് ശരി, ഞാൻ ഓഫീസിൽ പോയില്ലെന്ന് എങ്ങനെ മനസ്സിലായി? അല്ല, ആകാശിൻ്റെ ഓഫീസിൽ നിന്നൊരു കോള് വന്നായിരുന്നു, ആകാശ് ഇതുവരെ എത്തിയില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ആകാശിനോട് ചോദിച്ചു, എനിക്ക് ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല, കാരണം മുംബൈയിൽ നിന്ന് കുറച്ച് കൂട്ടുകാർ വരുന്നുണ്ട്, ഒരു വലിയൊരു ബിസിനസ് മീറ്റിങ്ങുമായിട്ടാണ്. അതെനിക്ക് വേറെ ആരോടും പറയാനായിട്ട് പറ്റില്ല, വേറെ ആൾക്കാരും അറിഞ്ഞിട്ടുമില്ല. ഇത് ഞാൻ മാത്രം ഡീല് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഡീല് ഉറപ്പിച്ചേ മതിയാവുള്ളൂ. അത് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാം. ഏതായാലും രചന ഫോൺ വെച്ചോ. പക്ഷേ ഈ ആകാശിൻ്റെ ഒരു വർത്തമാനത്തിൽ എന്തൊക്കെയോ ഒരു പന്തികേടുള്ളതുപോലെ ഇവർക്ക് ഈ രചനയ്ക്ക് തോന്നുകയും ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ മഹേഷിനെയും ഇഷിതയെയും ആദ്യമൊക്കെയാണ് ചിപ്പിയൊക്കെ. അപ്പോൾ മഹേഷ് ഇങ്ങനെ ഭയങ്കര ത്രില്ലിലാണ്. ആദ്യയുടെ പിണക്കൊക്കെ മാറ്റണമല്ലോ, അതിന് ത്രില്ലിൽ ഇവർ ആദ്യമാണ് ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ നേരത്ത് ഇങ്ങനെ പറയുകയാണ്, ഇഷിത പറയുകയാണ്, ഇനിയിപ്പം ഞാനിൻ്റെ ബാഗിലിരിക്കത്തുള്ളൂ കുഞ്ഞുങ്ങളിലപ്പം, അതുകൊണ്ട് ആദ്യമാണ് അവിടെ ഇരിക്കാനുള്ള സാധ്യത കൂടുതൽ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊന്നും വേണ്ട, ഇഷിതാമ്മ തന്നെയാണ് അവിടെ ഇരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ചിപ്പിമോളും പറയണം, അല്ല ആദ്യമായിട്ടും തന്നെ അവിടെ ഇരിക്കണം. അപ്പം ഇഷിത പറയുകയാണ്, അത് 2 അനിയത്തിമാരുടെ വല്യാങ്ങളെയാ, അപ്പോൾ പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ഇരിക്കേണ്ടത്. ഇനിയിപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കുഞ്ഞാവനെയും കൂടി യാത്ര കൊണ്ടുപോകണ്ടേ? അപ്പം ഞാനും ചിപ്പിമോളും കുഞ്ഞാവയും കൂടി ബാക്ക് സീറ്റിലിരിക്കും, വലിയേട്ടനായിട്ട് അച്ഛൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിലിരിക്കും. അപ്പോൾ മഹേഷും പറയാണ്, നീ എൻ്റെ വലം കൈയല്ലേ, നിനക്ക് കിട്ടുന്ന സ്ഥാനമേ അത് തട്ടിത്തെറിപ്പിക്കാനായിട്ട് പാടില്ല, മനസ്സിലായല്ലോ എന്നിങ്ങനെ സംസാരിക്കാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും ആദിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കാം. ഈ സമയം തന്നെ മഞ്ജിമയുടെ വീട്ടിലൊരു കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. അപ്പോൾ കോളിംഗ് ബെല്ല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കഥ തുറന്ന് നമ്മുടെ അജിത്തിനെ കാണുകയാണ്. അപ്പോൾ അജിത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം. അജിത്തെ കയറി. അപ്പോൾ അജിത്താണെങ്കിൽ അതിനപ്പുറം സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ മഞ്ജിമയെ കൈ പിടിച്ചിങ്ങനെ പറയുകയാണെങ്കിൽ, എന്താ അജിത്ത് ഇത്ര ആക്രാന്തം, വെയിറ്റ് ചെയ്യുമെന്ന്. എനിക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസം തോന്നിയത്. ഇനിയും കുറേ സമയമുണ്ടല്ലോ, അവർ വരാനായിട്ട് കുറേ ലേറ്റ് ആവുന്നേ. അങ്ങനെ നമ്മുടെ അജിത്താണെങ്കിൽ ഒരു സമ്മാന പൊതിയെടുത്ത് ഇങ്ങനെ കൊടുക്കണേ. ഇതെന്താ അജിത്തെ? ഇത് ഞാൻ മഞ്ജിമയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന എൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഇത്ര പെട്ടെന്ന് ഗിഫ്റ്റ് മേടിച്ചോ? ഇത് ഞാൻ സിംഗപ്പൂർ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. മഞ്ജിമയെ ഇതേപോലെ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മഞ്ജിമയ്ക്ക് തരാൻ വേണ്ടി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ആണോ? ഇതെൻ്റെ സ്നേഹ സമ്മാനമാണ്, ഞാൻ വിലയൊന്നും നോക്കാതെ മേടിച്ച എൻ്റെ സ്നേഹ സമ്മാനം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രണയിനിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെയാണ് നമ്മുടെ അജിത്ത് മുട്ടുകുത്തിയിരുന്ന് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത്. മഞ്ജിമയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിലും. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.